ഡ്രൈ ചില്ലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 500 ഗ്രാം ചെമ്മീനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി, ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പകുതി, നാരങ്ങാ നീര്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ഇട്ട് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ഉപ്പും മുളകും എല്ലാം ചെമ്മീനിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കും. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതായാലും ഒഴിക്കാം. വെളിച്ചെണ്ണ ആയാൽ ഒന്നുകൂടി സ്വാദ് കൂടുന്നതായിരിക്കും. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ പാനിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ എല്ലാം കൂടെ പാത്രത്തിലേക്ക് നിരത്തിയിട്ട് 2 വശവും ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് വേവിച്ചാൽ മതിയായിരിക്കും. ഈ ചെമ്മീനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയായിരിക്കും. ചെമ്മീനിന് ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് സമയമൊന്നും ചെമ്മീന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ വല്ലാതെ ഹാർഡായി പോകും. ചെമ്മീൻ ഹാർഡായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെമ്മീൻ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെമ്മീൻ ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഹാർഡായി പോവാതെ നല്ല സോഫ്റ്റായി തന്നെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ചെമ്മീൻ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ചെമ്മീനെ വേവിച്ചാൽ മതിയായിരിക്കും. അപ്പോഴേക്കും ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഈ ഫ്രൈ ആയി വന്നിരിക്കുന്ന ചെമ്മീന് നമ്മുടെ പാനിനകത്ത് നിന്നും എടുത്ത് മാറ്റണം. ഈ പാനിനകത്ത് നിന്നും എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ എല്ലാം കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പം ആ ചെമ്മീൻ ഫ്രൈ ചെയ്തിരിക്കുന്ന അതേ പാനിലേക്ക് തന്നെ ഈ ചെമ്മീൻ്റെ മസാല എല്ലാം ഉള്ള ആ പാനിലേക്ക് തന്നെ കുറച്ച് കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 20 ചെറിയുള്ളി ഉണ്ടാകുമ്പോൾ നല്ലതായിരിക്കും. 20 ചെറിയുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഈ ചെമ്മീൻ മസാലയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് വരുന്നതാണ്. തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ ഒരു ചെറിയ സവാള നന്നായിട്ട് നന്നായി ചോപ്പ് ചെയ്ത സവാള, ഇവയെല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി, ഈ മസാലയിലേക്കുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഒന്ന് വന്നതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂണ് കൂടി മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ അതായാലും മതി. പിന്നെ ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂണോ ഗരം മസാല. ഈ ഗരം മസാലയും മുളക് പൊടിയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായി ഒന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിച്ച് അതൊരു കറിയുടെ പരുവമല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ചെമ്മീൻ മസാലയാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം വറ്റിപ്പോത്തക്ക രീതിയിൽ തന്നെ വേണം വെള്ളം ഒഴിക്കാൻ. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അത് കൂടാൻ പാടില്ല. അപ്പം ഇതെല്ലാം കൂടി നന്നായി ഒഴിച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഈ മസാലയും ഈ ചെമ്മീനും എല്ലാം നന്നായി ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മസാലയ്ക്കകത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കറിവേപ്പിലയൊക്കെ ഇടാം. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി മുകളിൽ ഒന്ന് ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ചെമ്മീൻ മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചെമ്മീൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ ചെമ്മീൻ മസാല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിക്കും പത്തിരി, ഇനി ചോറിന് വേണമെങ്കിലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഈ ചെമ്മീൻ മസാല. നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഒന്നും ഇടാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചെമ്മീൻ മസാലയാണിത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത്.